നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കാണുന്നു. എല്ലാവരും നിങ്ങളെ തോൽപ്പിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ചെയ്ത പരിശ്രമങ്ങളെല്ലാം പാഴായെന്നും ഇനി എഴുന്നേൽക്കാൻ കഴിയില്ലെന്നും നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നുണ്ടോ? ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും പരാജയത്തിൽ പരിഹസിച്ചു ചിരിക്കുമ്പോൾ, സ്വന്തം നിഴൽ പോലും കൈവിട്ടുപോയെന്ന് തോന്നുമ്പോൾ ആ വേദന എത്രത്തോളമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോകം നിങ്ങളെ ഒരു പരാജയമായി കാണാൻ തുടങ്ങിയിട്ടുണ്ടാകാം, അല്ലേ? പക്ഷേ ഒന്നോർക്കുക, മണ്ണിൽ വീണ വിത്ത് നശിക്കുകയല്ല ചെയ്യുന്നത്, അതൊരു വലിയ വൃക്ഷമായി വളരാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ജീവിതത്തിൻ്റെ അവസാനത്തിലല്ല, മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചുവരവിൻ്റെ തുടക്കത്തിലാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, വീഴുന്നതൊരു പരാജയമല്ല, വീണിടത്ത് തന്നെ കിടക്കുന്നതാണ് യഥാർത്ഥ പരാജയം. ചുറ്റുമുള്ളവർ പരാജയമാഘോഷിക്കട്ടെ, പക്ഷേ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. സങ്കടങ്ങൾ മാറ്റിവെച്ച് എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെ തഴഞ്ഞവർക്കും കളിയാക്കിയവർക്കും മുന്നിൽ ഒരു സിംഹത്തെപ്പോലെ എങ്ങനെ തിരിച്ചു വരാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇത് വെറും വാക്കുകളല്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ചാണക്യൻ ഒരു സാധാരണ ബാലനെ ചക്രവർത്തിയാക്കാൻ ഉപയോഗിച്ച അതേ ജീവിത തന്ത്രങ്ങളാണ്. ശാന്തമായിരിക്കുക. ഉള്ളിലെ ആ ശക്തി ഉണരാൻ സമയമായി. പരാജയം ഒരു പാഠമാണ്, അവസാനമല്ല. ആചാര്യ ചാണക്യൻ ഒരിക്കൽ സാമ്രാജ്യത്തിൻ്റെ സഭയിൽ നിന്ന് അപമാനിതനായി പുറത്താക്കപ്പെട്ടു. അന്ന് അദ്ദേഹം തളർന്നിരിക്കുകയല്ല ചെയ്തത്. തൻ്റെ അപമാനത്തെ അദ്ദേഹം ഒരു പ്രതിജ്ഞയാക്കി മാറ്റി. പരാജയത്തെ ശക്തിയാക്കുക എന്നതാണ് ആദ്യത്തെ പാഠം. എവിടെയാണ് പിഴവ് സംഭവിച്ചതെന്ന് ആത്മപരിശോധന നടത്തുക. വികാരം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് പരാജയങ്ങളെ വിശകലനം ചെയ്യുക. പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ മറുപടി പറയാൻ പോകരുത്. നാവല്ല, നിങ്ങളുടെ ബുദ്ധിയാണ് ഇപ്പോൾ പ്രവർത്തിക്കേണ്ടത്. നിശബ്ദത എന്നത് പരാജയമല്ല, മറിച്ച് വലിയൊരു മുന്നേറ്റത്തിന് മുൻപുള്ള തയ്യാറെടുപ്പാണ്. ലോകം നിങ്ങളെ ദുർബലനെന്ന് കരുതിക്കോട്ടെ, ആ ചിന്ത അവരെ അശ്രദ്ധരാക്കും. അത് നിങ്ങൾക്കൊരു വലിയ അനുകൂല സാഹചര്യമാണ്. സ്വയം കെട്ടിപ്പടുക്കുന്ന ഘട്ടം, റീബിൽഡിംഗ് ഫ്രം സീറോ. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങുന്നവരാണ് ഏറ്റവും അപകടകാരി. കാരണം അവർക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഈ അവസ്ഥയെ ഭയപ്പെടേണ്ടതില്ല. ഈ സമയത്ത് നിങ്ങളുടെ പുതിയ വ്യക്തിത്വം നിർമ്മിക്കുക. ചാണക്യൻ പറയുന്നു, വിദ്യയാണ് ഏറ്റവും വലിയ ധനം. നിങ്ങളുടെ കഴിവുകളെ മൂർച്ച കൂട്ടുക. ലോകം നിങ്ങളെ ശ്രദ്ധിക്കാത്ത ഈ സമയത്ത് നിങ്ങളുടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കുക. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർ പഴയ വ്യക്തിയെയല്ല കാണേണ്ടത്. അപമാനിച്ചവരോട് വെറുപ്പ് കാണിക്കാൻ ഊർജം കളയരുത്. വെറുപ്പ് മനസ്സിനെ തളർത്തും, എന്നാൽ വിജയിക്കണമെന്ന വാശി നിങ്ങളെ വളർത്തും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റാരുടെയും സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ യോദ്ധാവാകുന്നത്. തിരിച്ചടി നൽകേണ്ട രീതി, ദി ആർട്ട് ഓഫ് റിവെഞ്ച്. എന്താണ് യഥാർത്ഥ പ്രതികാരം? ചാണക്യൻ പഠിപ്പിക്കുന്നത് ഇതാണ്. ശത്രുവിനേക്കാൾ വലിയ നിലയിൽ എത്തിച്ചേരുക എന്നതാണ് ഏറ്റവും മികച്ച മറുപടി. നിങ്ങളെ നോക്കി ചിരിച്ചവർക്ക് മുന്നിലൂടെ തലയുയർത്തി നടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. വാക്കുകൾ കൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ നിങ്ങളുടെ വിജയത്തിൻ്റെ വെളിച്ചം കൊണ്ട് അവരുടെ മറുപടികൾ ഇല്ലാതാക്കുക. ഒരിക്കലും പരാജയത്തെയോ ഭയത്തെയോ ഭയപ്പെടരുത്. ഭയം അരികിലെത്തുമ്പോൾ അതിനെ ആത്മവിശ്വാസം കൊണ്ട് നേരിടുക. നിങ്ങൾ പരാജയപ്പെട്ടത് കഴിവില്ലായ്മ കൊണ്ടല്ല, മറിച്ച് മനസ്സിൻ്റെ ചെറിയൊരു തളർച്ച കൊണ്ടാണ്. ഇന്ന് ആ ബലഹീനതയെ വലിച്ചെറിയുക. നിങ്ങളൊരു സിംഹത്തെപ്പോലെ ഭരിക്കാൻ ജനിച്ചവരാണ്. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഉള്ളിലൊരു മാറ്റം വരുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? സങ്കടം മാറി അവിടെ നിശ്ചയദാർഢ്യം നിറയുന്നു. ഈ ലോകം പോരാടുന്നവർക്കുള്ളതാണ്. പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള പടികളാക്കി മാറ്റുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തനിച്ചല്ല. ചാണക്യൻ്റെ തത്വങ്ങളും നിങ്ങളുടെ കഠിനാധ്വാനവും കൂടെയുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ ചരിത്രം തന്നെ സൃഷ്ടിക്കും. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളുടെ വിജയത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കും. എഴുന്നേൽക്കൂ, ലക്ഷ്യത്തിലേക്ക് കുതിക്കൂ. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ ജ്വലിപ്പിച്ചുവെങ്കിൽ അത് അണയാൻ അനുവദിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് നൽകിയ മാറ്റം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവെക്കുക. ഓർക്കുക, വീഴുപോകുന്നതല്ല, വീണിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതാണ് ഹീറോയിസം. നന്ദി.